പിറന്നാൾ ദിവസം രാവിലെ തന്നെ പറശ്ശിനി അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. 6:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ 7:30 ആയപ്പോൾ പറശ്ശിനിക്കടവ് എത്തി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പറശ്ശിനി അമ്പലത്തിൽ. പിന്നെ നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ നിന്ന് കാലൊക്കെ കഴുകി നേരെ അമ്പലത്തിനകത്തേക്ക് പോയപ്പോഴാണ് ദേ നിൽക്കുന്നത് നമ്മുടെ തിരുവപ്പനയും മുത്തപ്പനും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവ് വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് പ്രസാദ കൗണ്ടറിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ പ്രസാദം കഴിച്ച്. അല്ലൂന് നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ ഞാൻ 3 ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അവിടുന്ന്. അങ്ങനെ 3 ഗ്ലാസും കുടിച്ച് നേരെ നമ്മൾ ഇറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇവിടുന്ന് ഒരു വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ പോയത് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അവിടുന്ന് കേക്കും വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി. ആൻറ്റിയാണ് ഷെഫ്, അതുകൊണ്ട് ആൻറ്റി നന്നായിട്ട് ഫുഡൊക്കെ ബിരിയാണി വെക്കാമെന്നായിരുന്നു വിചാരിച്ച്. അങ്ങനെ ആൻറ്റി ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഫുഡൊക്കെ ആയി നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കോഴിയുടെ 2 കാലും അല്ലും കൂടി തട്ടി. സാധാരണ ഞാനായിരുന്നു അതിന് അവകാശി. പിന്നെ ഇത് കേക്ക് കട്ടിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണെ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആൻലി ചച്ചൂസ് എന്നാണ് എഴുതിയത്. കാരണം അവളുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവളുടെ പേരും കൂടി എൻ്റെ കേക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അച്ഛനും അമ്മയും ആൻറ്റിയും എല്ലാവരും കൂടി കേക്ക് അപ്പുറം ഷെയർ ചെയ്യുന്നു. പിന്നെ പാപ്പൻ്റെ മുഖത്തേക്കൊക്കെ കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടും പറ്റിയില്ല. പിന്നെ ഇത് അപ്പൂസ് എനിക്ക് വായിലൊക്കെ വെച്ചിരുന്നുണ്ടായിരുന്നു കേക്ക്. അല്ലൂസും സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗിഫ്റ്റ് തന്നു എല്ലാവരും ഓരോരോ ഗിഫ്റ്റും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ ഇത് ലാസ്റ്റ് നിമിഷമായപ്പോൾ എല്ലാവരും കൂടി ഒരു ഡാൻസ് അങ്ങ് കളിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ വൈബായ ആൾക്കാരായതുകൊണ്ട് പരസ്പരം എല്ലാവരും സഹകരിച്ച് നന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നേ ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഫാമിലിയുടെ കൂടെ ആഘോഷിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.